നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, 41 വർഷം കൊണ്ട് ജീവിതം മടുത്തു. ഒന്നി ആത്മഹത്യ, ഇല്ലെങ്കിൽ ഞാൻ കേരളമേ വിടുന്നു. എനിക്കിവിടെ ജീവിക്കാൻ വയ്യ, മടുത്തു കൂട്ടുകാരെ. 41 വർഷമായിട്ട് ആദ്യത്തെ ഒരു 10ാം ക്ലാസ് വരെ കുഴപ്പമില്ലായിരുന്നു, 16 വയസ്സ് വരെ. അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ. കേരളത്തിൽ ജീവിക്കാൻ നിവർത്തിയില്ല കൂട്ടുകാരെ, നിവർത്തിയില്ല. ഞാൻ നാട് വിടാൻ പോകുന്നു. കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. അതായത് കേരളം കൊള്ളാം, സേഫ്റ്റിയാണ്, നല്ല ഫുഡ് കിട്ടും. പക്ഷേ ഇവിടെ ജീവിക്കാൻ പറ്റില്ല കൂട്ടുകാരെ. 41 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് സത്യം. വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ എന്നിലൂടെ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. അതായത് ഈ 41 വർഷമായിട്ട് എന്ത് നേടി ഒരു മനുഷ്യൻ? ഒന്നും നേടിയില്ല. ഞാനാലും നിങ്ങളാലും. നേടുന്നവർ നേടുന്നുണ്ട്, അത് വേറെ ലെവൽ. പക്ഷെ കൂട്ടരെ, ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എന്നും പ്രശ്നങ്ങൾ, ടാക്സ്, വാറ്റ്, സെസ്, കലാപങ്ങൾ, പ്രശ്നങ്ങൾ. പക്ഷേ ഞാൻ ഒരു 5 വർഷം കൂടെ ട്രിവാൻഡ്രത്തുണ്ടാവും, കേരളത്തിൽ. നോക്കാം അത് എന്താണെന്ന് ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ പറയാമേ. 40 വർഷം ദുരിതം കൂട്ടുകാരെ, ദുരിതം. ഒരു രക്ഷയില്ല. അങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, വാറ്റ്. അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ബെവറേജ് പോയിട്ടുണ്ടോ? കേരള KSBC അവിടെ ഇപ്പോൾ സ്റ്റിക്കർ സംവിധാനം കൊണ്ടുവന്നു. ഈ കുടിയന്മാർക്ക് വേണ്ടി എല്ലാവർക്കും സംഘടനയുണ്ട്. പുരുഷന്മാർക്ക് സംഘടനയായി, സ്ത്രീകൾക്ക് സംഘടനയായി, പിന്നെ സ്ത്രീയും പുരുഷനില്ലാത്ത അവർക്കും സംഘടന. പക്ഷേ ഈ കുടിയന്മാർക്ക് ഒരു സംഘടന ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. നിങ്ങൾ പറയുമെങ്കിൽ ഞാൻ അതിലെ അഡ്മിനാവാം. നല്ല പ്രശ്നമാണ് കൂട്ടുകാരെ. കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഒരു ശരാശരി ഒരു കൂലിപ്പണിക്കാരൻ്റെ ശമ്പളം 1000 രൂപ അല്ലെങ്കിൽ 1200 രൂപ. ഓർക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യല്. മലയാളികളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുക. ഞാനിപ്പോൾ 41 വർഷമുള്ള ഈ ഭൂമിയിൽ 50, 60, 70 വർഷം ജീവിച്ച ആൾക്കാർ ഉണ്ടാവും. അവരെ വിഷമമാണ് ഞാൻ എന്നിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ കൂട്ടുകാരെ, ഈ കേരള ബെവറേജ് കോർപ്പറേഷൻ മദ്യം വിൽക്കുന്ന സ്ഥലത്ത് പോകുന്ന സമയത്ത് ഇപ്പം ഇവർ ഈ ഗവൺമെൻറ്, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, അതായത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ച് നിർത്തുന്നത് ഈ മദ്യം, ലോട്ടറി, ഈ 2 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കുടിയന്മാരെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണും, അവരെ കളിയാക്കും. പക്ഷേ ഈ കുടിക്കുന്നവർ ഉള്ളതുകൊണ്ടാണ് ഈ കേരളം ഇന്ന് നിലനിന്ന് പോകുന്നത്. ഈ ലോട്ടറി എടുക്കുന്നവരുള്ളത് കൊണ്ടാണ് ഈ കേരളം നിന്ന് കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാവണ്ട? നിങ്ങൾ നോക്കും, ഒരു കൂലിപ്പണിക്കാരൻ ശരാശരി 1000, 1200 രൂപ, ശരി 1000 ശമ്പളം പോയി. അവൻ ബെവറേജിൽ പോയിട്ട് ഒരു സാധനം എടുക്കുന്നു. മുമ്പൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം സ്റ്റിക്കർ സംവിധാനം വന്നു. 20 രൂപ അവൻ്റെ അഡീഷണൽ അവൻ്റെ ഒന്ന് ഈടാക്കിയാണ്. ഇവരെ പ്രശ്നങ്ങൾ, അതായത് കുടിയന്മാരെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇവർ രാപ്പകൽ കഷ്ടപ്പെടുന്നു, 1000, 1200 ശമ്പളം വാങ്ങിക്കുന്നു. ഒരു 1 ലിറ്റർ സാധനം 400 രൂപ, ടച്ചിങ്സ് എല്ലാം 100 രൂപ, വണ്ടിക്കൂലി എല്ലാം കൊണ്ട് 100 രൂപ, 500 രൂപ വീട്ടിൽ ക്യാഷ് തീർന്നു. അവന് സമ്പാദ്യമില്ല. അതും പോരാന്നിട്ട് ഈ 20 രൂപ സ്റ്റിക്കർ സംവിധാനം കേരള സർക്കാർ കൊണ്ടുവന്നു. ഈ സ്റ്റിക്കർ സംവിധാനം 20 രൂപ അഡീഷണൽ നമ്മൾ കൊടുക്കണം. എന്ത് കഷ്ടമാണെന്ന് വെച്ചാൽ ഇതിൽ വേറെ ലാഭമുണ്ട്. നിങ്ങൾ നോക്കുക, ശരാശരി ഒരു മദ്യപാനി, ഞാനാവാം, നിങ്ങളാവാം. ഈ കുപ്പികൾ നമ്മൾ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എടുത്ത് കളയും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ കുപ്പിയിലൂടെ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കും. കുറച്ച് ലോങ് വീഡിയോ ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ 2026 തൊട്ട് 2031 വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഒരു 5 വർഷം കൊണ്ട് നോക്കാം. രക്ഷപ്പെട്ടെ. ശരാശരി ഒരു മദ്യപാനി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ 1 ലിറ്റർ അല്ലെങ്കിൽ പൈൻ്റ് അല്ലെങ്കിൽ ഫുള്ള് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുടിച്ചിട്ട് ഇത് ഉപേക്ഷിച്ചിട്ട് പോകണമാണ് പതിവ്. പക്ഷേ ഇപ്പം ഈ 20 രൂപ അഡീഷണൽ കൊടുക്കണമുണ്ട്. വീണ്ടും ഈ കുപ്പി കൊണ്ടുപോയാൽ 20 രൂപ തിരിച്ച് നമുക്ക് കിട്ടും. പക്ഷേ എന്തുമാത്രം പ്രശ്നങ്ങളാണെന്ന് അറിയാമോ ഇത് കൊണ്ടുണ്ടാവുന്നത്? ഫാമിലി പ്രശ്നങ്ങൾ, കൂട്ടുകാരെ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ മൊത്തം പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇത് ലോങ് വീഡിയോ ആണ്, സമയമുള്ളവർ മാത്രം കണ്ടാൽ മതി, നിർബന്ധമില്ല. പക്ഷേ ഈ സ്റ്റിക്കർ സംവിധാനം അതായത് ഓക്കെ, നിങ്ങൾ ലാഭമാണ്, സ്റ്റിക്കറിൽ ലാഭമാണ്. ഈ കുപ്പി കൊണ്ടുകൊടുക്കാൻ ആരും മെനക്കെല്ലാം കളയും. കുപ്പിയുടെ ബിസിനസ് കാര്യങ്ങളും പ്രൊഡക്ഷൻ ഓരോ ബ്രാൻഡിനും അതും ലാഭം. നിങ്ങൾ കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ട്, ഓക്കെ, സംഭവിച്ചു. പക്ഷേ ഈ കേരള ബെവറേജ് കോർപ്പറേഷനിൽ ഒരു ബെവറേജ് കോർപ്പറേഷൻ സാധനം വാങ്ങിച്ചു, അവിടെ തന്നെ പോയാലേ ഈ കുപ്പി മാറുള്ളൂ. നിങ്ങൾ ഈ ഗൂഗിൾ പേ, ജി പേ അല്ലെങ്കിൽ ഫോൺ പേ പോലത്തെ സംവിധാനം കൊണ്ടുവരിക. ഏത് ബ്രാഞ്ചിൽ പോയാലും അത് മാറാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ നോക്കൂ, 8 മണിക്കൂർ ജോലി കഴിഞ്ഞ് ക്യൂ നിന്ന് ഒരു 1/2 ലിറ്റർ സാധനം വാങ്ങിച്ചു. എൻ്റെ അനുഭവമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറൊരു സ്പെയർ കുപ്പി കൊണ്ടുവന്ന് വീണ്ടും ഈ സാധനം ഈ കുപ്പിയിലോട്ട് മാറ്റി വീണ്ടും ക്യൂ നിൽക്കുകയാണ് ഈ 20 രൂപ കിട്ടാൻ വേണ്ടി. മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് കൂട്ടുകാരല്ല, സോറി, കേരളത്തിൽ. എൻ്റെ അമ്മ സത്യമായിട്ട് കൂട്ടുകാരെ, ഞാൻ കേരളത്തിൽ നിന്ന് വിട്ട് കർണാടക, ആന്ധ്ര, തമിഴ്നാട് ഞാൻ പോയി താമസിച്ചു. എന്ത് സുഖമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു കലാപവുമില്ല, എല്ലാം ഒരു കേസുമില്ല. അവിടെ ഫുൾ ഫ്രീഡം എന്ന് വെച്ചാൽ ബെവറേജിൻ്റെ അടുത്ത് തന്നെ കുടിക്കൽ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഒരാഴ്ച ഈ 3 സ്ഥലത്ത് താമസിച്ചു, ഞാൻ യാത്ര ചെയ്തു. കേരളത്തിൽ ഇപ്പം 30,000 ശരാശരി ഒരു മനുഷ്യൻ്റെ വരുമാനം ഉണ്ടെങ്കിൽ ഇവിടെ 1 ലക്ഷം ഉണ്ടെങ്കിലേ കേരളത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. കൂട്ടുകാരെ, അവിടെ ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ സുഖം. ഞാൻ കേരളം വിട്ട് പോകണം, ഇവിടെ ജീവിക്കാൻ പറ്റില്ല. വർഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കലാപങ്ങൾ, മനുഷ്യനായിട്ട് ഒരു ജന്മേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു 5 വർഷം കൊണ്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്നേ പോകുന്നു. കേരളത്തിൽ നിന്ന് പോയിട്ട് വരെ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി ജീവിക്കുക, അതേ നടക്കുള്ളൂ. അപ്പോൾ സ്റ്റിക്കർ സംവിധാനം, അപ്പോൾ അത് ഗൂഗിൾ പേ അങ്ങനത്തെ ഓപ്ഷൻ ചെയ്യുക. അതായത് ഇവരെ ലാഭമെന്ന് വെച്ചാൽ ഈ കുപ്പിയും കൊണ്ട് ആരും ബെവറേജിൽ മെനക്കെടാൻ പോവില്ല. സപ്പോസ് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ കുപ്പി ഒരു വ്യക്തി, ഇപ്പോൾ ഞാനൊരു വ്യക്തി വാങ്ങിച്ചു, അത് ഞാൻ വീണ്ടും ഈ നമ്മൾ പണം സൂക്ഷിക്കുമ്പോൾ സേവ് ചെയ്യണം. നമ്മൾ കുടിക്കുന്നത് ആരും അറിയാൻ പാടില്ല. ഇപ്പോൾ ഈ കുപ്പി സേവ് ചെയ്തും അല്ലെങ്കിൽ നമ്മൾ ലോങ് യാത്ര പോവുകയാണ്, അതിനൊരു ഓപ്ഷൻ പറഞ്ഞുതരാം ലാസ്റ്റ്. കേരള ബെവറേജിൽ നിന്ന് നിങ്ങൾ സാധനം വാങ്ങിക്കണ്ട. ഈ കൺസ്യൂമർ ഫെഡില്ലേ, നമ്മൾ സ്റ്റാച്യൂവിൽ അവിടെ അവർക്ക് സ്റ്റിക്കർ സംവിധാനമൊന്നുമില്ല. അവിടെ പോയി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലത്, ലോങ്ങൊക്കെ യാത്ര പോണത്. അല്ലെങ്കിൽ ലോങ് യാത്ര പോകുന്നവർ ഈ കേരള ബെവറേജ് കോർപ്പറേഷനിൽ പോയിട്ട് 4-5 ഫുള്ള് വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് 100 രൂപയാണ് ഈ കുപ്പികൾ വീണ്ടും അവിടെ നിന്ന് ചുമന്ന് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കുടിയന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. കുടിയന്മാരെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ കുടിക്കുന്നവരെ പ്രസിഡൻറ്റ് എന്നെ ആക്കുമെങ്കിൽ ഞാൻ ആവാൻ തയ്യാറാണ്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. കാരണം വെച്ചാൽ എന്ത് ബുദ്ധിമുട്ടാണേ, 8 മണിക്ക് ജോലി ചെയ്യണം, 1/2 മണിക്കൂർ ക്യൂ നിൽക്കണം, സാധനം വാങ്ങിക്കണം, പിന്നെ വിപ്പുറത്ത് വന്ന് സാധനം വേറെ കുപ്പിയിലാക്കി കുപ്പി കൊടുത്ത് വീണ്ടും ക്യൂ നിന്ന് 20 രൂപ വാങ്ങിച്ചിട്ട് ബെവറേജ് കോർപ്പറേഷനിൽ അവരെ വാങ്ങിയിരിക്കുന്ന കേൾക്കേണ്ട ആവശ്യമുണ്ടാകും. അവർക്ക് 1 ലക്ഷം രൂപ ബോണസ്. ശരാശരി ഒരു കൂലിപ്പണിക്കാൻ മിനിമം 2000 രൂപ ശമ്പളം നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. ഏത് സർക്കാരായാലും, ഞാനും കുറ്റം പറയുന്നില്ല. ശരാശരി ഒരു മലയാളി എന്നുള്ള ലെവലിൽ മാത്രം സംസാരിക്കുന്നത്. നിങ്ങൾ പറയാനുള്ള കാര്യം എന്നോട് ഞാൻ പറയുന്നു, ഞാനേ തെറ്റ് പറയുന്നില്ല. അപ്പം അത് ചെയ്യുക, അല്ലാതെ ചുമ്മാ നടന്നിട്ട് നമ്മൾ സംസാരിച്ചൊരു കാര്യമില്ല. ഇവിടെ എന്തോ അപ്പം അതാണ് ഞാൻ ഈ 3 കർണാടക, തമിഴ്നാട്, ആന്ധ്രയിൽ പോയ സമയത്ത് അവിടെ ഒരു കേസില്ല, പരാതിയില്ല, ഒരു പ്രശ്നവുമില്ല. ഇവിടെയാണെങ്കിലോ വെള്ളമടച്ചിട്ട് ബസ്സിൽ കയറാൻ പറ്റൂല, ട്രെയിനിൽ കയറാൻ പറ്റൂല. ഈ ശരാശരി 1200 രൂപ വരുമാനമുള്ളവൻ പിന്നെ എന്ത് ചെയ്യും? ബസ്സിൽ കയറി ഇറക്കി വിടും, ട്രെയിനിൽ കയറി ഇറക്കി വിടും. ഈ ട്രെയിനിലൊക്കെ നമ്മൾ ലോങ് യാത്രയിൽ ഒരു 2-3 അടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. തെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ ശിക്ഷിക്കുക. ഇപ്പം ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഈ ഊത്തി വിഷയം കൊണ്ട് കുറേ എണ്ണം നിൽക്കുന്നുണ്ട്. ഊത്തിയിട്ട് ഉണ്ടെങ്കിൽ അവൻ്റെ യാത്ര അനുവദിക്കില്ല. ചിലപ്പോൾ അവന് അർജൻറ്റായിട്ട് അവിടെ ജോലിക്ക് എത്തണം, അല്ലെങ്കിൽ അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിലെ കേസുണ്ട്. ഈ മദ്യപിക്കുന്നത് തെറ്റെന്ന് പറയുമെങ്കിൽ സർക്കാർ ഈ മദ്യം ഈ ലോകത്തിനെ നിന്ന് ഒഴിവാക്കുക. സത്യം പറഞ്ഞ കൂട്ടുകാരെ, ഈ കേരളം വിട്ടിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ട്രെയിനിൽ നമ്മൾ ഈ കാപ്പി കാര്യങ്ങൾ കൊണ്ടുവരും പോലെ അവിടെ ബെവറേജ് ഉണ്ട്, ട്രെയിനിൻ്റെ അകത്ത് ബെവറേജ് ഉണ്ട്. ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല.
ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കൺട്രോൾ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് വെറുതെ ഒരു ജമ്മുണ്ട്? എന്തായാലും കേരളത്തിൽ ഞാൻ ഒരു 5 വർഷം കൂടെ നോക്കും. ഈ വീഡിയോ ലാസ്റ്റ് പറയാം. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. ഈ സ്റ്റിക്കർ സംവിധാനം വന്ന സ്ഥിതിക്ക് വീട്ടിൽ ഈ കുപ്പി കണ്ടപ്പം പെണ്ണുമ്പിള്ള കലിപ്പ്, അങ്ങനെ പ്രശ്നങ്ങൾ, അങ്ങനെ ഇവർ കൂട്ടുകാരന്മാർ ടീമോടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവ കുപ്പി എടുത്ത് തോട്ടിക്കാവുന്നു. പഴയ ഓർമ്മ 20 രൂപ. അവിടെ കൂട്ടുകാരൻ തമ്മിൽ പ്രശ്നമുണ്ടായി. നിങ്ങൾ ഈ സ്റ്റിക്കർ സംവിധാനം ഉണ്ടായിരിക്കുമോ? പക്ഷേ എല്ലാ ബെവറേജ് ഔട്ട്ലെറ്റിൽ പോയിട്ടും നിങ്ങൾ മാറാനുള്ളൊരു ഓപ്ഷൻ, ഒരു നിയമം കൊണ്ടുവരിക. ഇതിൽ ലാഭം കുപ്പിയാരും കൊണ്ടു കൊടുക്കാൻ മെനക്കാറാണ്. ഞാനൊന്നും കൊണ്ടു കൊടുക്കാറൊന്നുമില്ല. 20 രൂപ വെച്ചിട്ട് കോടിക്കണമെങ്കിൽ അത് ലാഭം. കുപ്പിയുടെ നിർമ്മാണം, ഓരോ ബ്രാൻഡിൻ്റെ അതിൻ്റെ ലാഭം, എന്ത് ലാഭമാണ് ഇത്? ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്നാലും രക്ഷയില്ല. ഇപ്പം ജീവിക്കാൻ പറ്റൂല. എന്തായാലും ഒരു 5 വർഷം കൂടെ ഞാൻ നോക്കും. നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. കൂട്ടുകാരെ, ഞാൻ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ സംസാരിക്കുള്ളൂ. എൻ്റെ അനുഭവങ്ങൾ ഞാൻ വീഡിയോ ചെയ്യണമെങ്കിലും അതിലോട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ, എന്ത് വീഡിയോ ആയാലും. അപ്പം വല്ല പ്രശ്നമാണ്, കേരളത്തിൽ പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ തമിഴ്നാട്, ആന്ധ്ര, കർണാടകയിൽ പോയിട്ട് എന്ത് മനസ്സുഖം എന്നറിയാമോ? ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളില്ല, ചെക്കിങ് ഇല്ല, കുഴപ്പമില്ല. ഇവിടെ കുടിയന്മാർ ഇവിടെ കേരളത്തിൽ നിന്ന് ബാറിൽ നിന്ന് അടിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് വിളിച്ച 10,000 രൂപ പറ്റി. ബസ്സിൽ കയറാൻ പറ്റൂല, ട്രെയിനിൽ കയറാൻ പറ്റൂല. യൂബർ വിളിക്കണമെങ്കിൽ മിനിമം ഇവനൊരു 3,000 രൂപയെങ്കിൽ ശമ്പളമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര നെഗറ്റീവാണ്. ഇപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ കുടിയന്മാരെല്ലാം കൂടെ അല്ലെങ്കിൽ കുടിക്കുന്നവർ ഒരു ദിവസം കേരള ബെവറേജ് കോർപ്പറേഷനെതിരെ സമരം ചെയ്യുക. വിറയലുള്ളവർ അത് ഒരു ദിവസം നമ്മൾ ബെവറേജ് പോവില്ല. വിറയലുള്ള തലേ ദിവസം സാധനം വാങ്ങിച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു ദിവസം മൊത്തം ബെവറേജിൽ ആൾ പോവില്ല. കൺസ്യൂമർ ഫെഡിൽ പോയി വാങ്ങിക്കാം. അവിടെ ആകുമ്പം കുഴപ്പമില്ല, മറ്റേ 20 രൂപ എക്സ്ട്രാ കിടക്കുന്നില്ല. എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഈ കേരളത്തിൽ. ഒരു രക്ഷയിൽ ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല കൂട്ടരെ. ഞാൻ എന്തായാലും ആത്മഹത്യ ഞാൻ തയ്യാറല്ല. ആന്ധ്രയിലോ കർണാടകയിലോ ഇവിടെ പോയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക. മിനിമം ഇവിടെ 1 ലക്ഷം ഇല്ലാതെ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. അവിടെ ഒരു 10,000-15,000 ഉണ്ടെങ്കിൽ സുഖമായിട്ട് രാജാവായിട്ട് ജീവിക്കാം. തമിഴ്നാട്ടിൻ്റെ കരിക്ക് 1 കിലോ 1 രൂപയുള്ളൂ. അതാണ് എനിക്ക് 2026 നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. കുടിയന്മാർ കാണണമെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഞാനിപ്പം കുടിച്ചിട്ടൊന്നുമില്ല, സ്വഭാവത്തിലാണ്. അപ്പം നല്ല പ്രശ്നമാണ് കേരളത്തിൽ. ഒരു 5 വർഷം കൂടെ ഞാൻ നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 41 ദിവസമായി. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേ ആൾക്കാർക്കാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത്. അത് ഇപ്രാവശ്യമാണ് സക്സസ് ആയത്. അങ്ങനെ എനിക്ക് പാർട്ടിയും സംഘടനയും അങ്ങനെയായിട്ട് യാതൊരു ബന്ധവുമില്ല. ആളിൻ്റെ ക്വാളിറ്റി നോക്കി വോട്ട് കൊടുക്കുന്ന വയ്ക്കാം. ഞാൻ നോക്കാം, ഒരു 5 വർഷം കൂടെ നോക്കാം. പക്ഷേ നിങ്ങൾ ഈ ബെവറേജിൽ നിങ്ങൾ ബഹിഷ്കരിക്കുക. ഒന്ന് ഓർത്തിക്കണം, 1/2 ലിറ്റർ സാധനം 420 രൂപ, ടച്ചിങ്സ്, ബസ് കൂലി. ബസ്സിലും കയറാൻ പറ്റില്ല, യൂബർ വിളിച്ച് പോകേണ്ടി വരും. ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ അപ്പം പോലീസ് വിളിച്ചിട്ട് 10,000 രൂപ പറ്റി. എന്ത് കഷ്ടമൊന്നുമില്ല ഈ കേരളത്തിൽ, ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഒരു 5 വർഷം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കാൻ നോക്കും. ഇല്ലെങ്കിൽ അവരുടെ കർണാടകയിൽ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് അവിടെ ജീവിക്കുക. അവിടെ ടാക്സും ഇങ്ങനത്തെ പെറ്റിയും കാര്യങ്ങളൊന്നുമില്ല. കേരളം സത്യം പറഞ്ഞ കൂട്ടുകാർ 41 വർഷം ജീവിച്ച് മടുത്തു, ഒന്നും നേടിയില്ല. പ്രശ്നങ്ങൾ, കൊറോണ, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. ഓക്കെ അവിടെ. അപ്പോൾ 2026 ഇത് നിങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2026 2031 ആകുമ്പോൾ സെറ്റാവുമെന്ന് എനിക്ക് തോന്നണ്. നോക്കട്ടെ. ശരി, ഹാപ്പി ന്യൂ ഇയർ.